ഉമാ തോമസ് MLA ക്രിട്ടിക്കലായ സിറ്റുവേഷനിലെ അല്പം ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നു. ഉമാ തോമസ് MLA കല്ലൂർ സ്റ്റേഡിയത്തിന്റെ മുകളിൽ നിന്ന് 15 അടി താഴ്ചയിലേക്ക് വീണ് വളരെ ഗുരുതരമായ പരിക്കേറ്റു. അവരപ്പോൾ തന്നെ അബോധാവസ്ഥയിലേക്ക് പോയി. അത് 29-ാം തീയതി വൈകിട്ട് 6:30-ക്കുണ്ടായ സംഭവം. ഇപ്പോഴും ഉമാ തോമസ് അബോധാവസ്ഥയിൽ തന്നെ. പക്ഷേ ആശാവകരമായ പുരോഗതി ഉണ്ടായി. അവരിന്ന് കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചു എന്നാണ് വാർത്ത വരുന്നത്. ഈ അപകടത്തില് 15 അടി മുകളിൽ നിന്ന് താഴേക്ക് വീണത് മുഖമിടിച്ചാണ് വീണത്. തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു. പക്ഷേ ആ ബ്രെയിനുള്ളില് പരിക്കേറ്റില്ല എന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ സൈനസ് ഭാഗത്ത്, മൂക്കിന്റെ ഭാഗത്ത് വലിയ ഫ്രാക്ചറുണ്ട്. മൂക്കിടിച്ചാണ് വീണത്. അതോടൊപ്പം തന്നെ അവർ അബോധാവസ്ഥയിൽ പോകാൻ കാരണം ഓക്സിജൻ അവരുടെ ശ്വാസകോശ പ്രദേശത്ത് ചില പരിക്കുകളേറ്റു. അവര് ശ്വാസകോശത്തിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇപ്പോഴും വെന്റിലേറ്ററാണ്. ശ്വാസകോശത്തിന് അധികം ജോലി കൊടുക്കാതെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഓക്സിജൻ അവര് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പം തന്നെ അതീവ ഗുരുതാവസ്ഥയിലുള്ള അവരുടെ ആ അവസ്ഥയിൽ നിന്ന് അല്പം മാറി ആശാവഹമായ പുരോഗതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തയാണ് വെളിയിൽ വരുന്നത്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. ഇനി കലൂർ സ്റ്റേഡിയത്തില് ഗിന്നസ് റെക്കോർഡ് ഭേദിക്കണമെന്ന ഉദ്ദേശത്തില് ആളുകുളിച്ചു കൂട്ടി സിനിമാ നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തില് 12,000 പെൺകുട്ടികള് അവർ ഭരതനാട്യം അവിടെ നടത്തുകയാണ്. 8 മിനിറ്റോളം സമയം കൊണ്ട് 12,000 പേര് കലൂർ സ്റ്റേഡിയത്തിൽ ഭരതനാട്യം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തും. അങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് ഇടുകയാണ് ഉദ്ദേശമെന്ന് പറയുന്നു. എന്തായാലും ഇപ്പം വാർത്തകൾ പുറത്തോട്ട് വരുമ്പം ദുരിതവശങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാകുന്നു. കാരണം അവിടെ ഉണ്ടായ ആ അപകടം, അതിന് ഉത്തരവാദികൾ ആര് പലരും കൈയൊഴിഞ്ഞ് കാണുന്നുണ്ട്. GCDയെ തീർച്ചയായിട്ടും ഉത്തരവാദിത്തം ഒഴിയാൻ കഴിയില്ല. കാരണം അവരുടെ സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയം ഗാലറി കൂടെ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റേജ് ഉണ്ടാക്കുകയാണ്. അതിനവിടുത്തെ എഞ്ചിനീയറിംഗ് അനുമതി കൊടുത്തോ, അവരത് പരിശോധിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും GCDയ്ക്കാണ് ഉത്തരവാദി. അതിന്റെ CEO ചന്ദ്രൻപിള്ളയുടെ പ്രസ്താവനയൊക്കെ കണ്ടു. അതിലൊന്നും അർത്ഥമില്ല. കാരണം അത് പാകപ്പിഴ അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ പോലീസിന് പിഴവ് സംഭവിച്ചു. പോലീസ് ആ പരിപാടിക്ക് മുമ്പിൽ പുതിയതായി കിട്ടിയ സ്റ്റേജുകളെല്ലാം പരിശോധിക്കേണ്ടിയിരുന്നു. അതുണ്ടായില്ല. കാരണം അവിടെ ഒരു മന്ത്രി സജി ചെറിയാൻ വന്നിരിക്കുന്നു. അപ്പോൾ VIP-യുടെ ഒരു എക്സാമിനേഷൻ ആ സ്റ്റേജിലും ആ സജി ചെറിയാൻ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിക്കണം. അതുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ PWDക്ക് തീർച്ചയായിട്ടും അവർക്കും അവിടെ റോളുണ്ട്. അവരുടെ ഭാഗത്തും വീഴ്ചയുണ്ടായി, പോലീസിന് വീഴ്ചയുണ്ടായി, ഫയർഫോഴ്സിന് വീഴ്ചയുണ്ടായി, GCDയ്ക്കും വീഴ്ചയുണ്ടായി. ഈ 4 ഏജൻസികളും സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. അത് തന്നെ ഇതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കാരണം 12,000 കുട്ടികൾ അവിടെ ഡാൻസിന് വരുമ്പം ഓരോ കുട്ടികളും 2,000 രൂപ ആദ്യം കൊടുക്കണം. പിന്നെ ഒരു 1,600, 3,600 രൂപ ഒരു കുട്ടി കൊടുത്തെങ്കിൽ 12,000-ലെ കുട്ടിക്ക് അവിടെ ഭരതനാട്യം നടത്താൻ പറ്റുള്ളൂ. അതേസമയത്ത് 5,000 രൂപ കൂടെ കൊടുത്തവരുണ്ട്. ഇത് ആര് വാങ്ങിക്കുന്നു, എവിടെ കൊടുക്കുന്നു, എവിടെ രജിസ്റ്റർ ചെയ്യുന്നു, ഈ അക്കൗണ്ടിലെ പണം എങ്ങനെ പോയി, ഏത് ബാങ്ക് അക്കൗണ്ടിൽ പോയി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും 12,000 കുട്ടികൾ 3,600 രൂപ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4-4.5 കോടി രൂപയോളം വന്നിരിക്കുന്നു. ഇനി വേറെ അവിടെ കാണികൾക്ക് അവിടെ മുകളിലെ ഗാലറി ഇരിക്കണമെങ്കിൽ 140 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. താഴത്തെ ഗാലറിയിലാണെങ്കിൽ 290 300 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. എത്ര ആയിരം കാണികളുണ്ട്? അതിന് അവിടുത്തെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അനുമതി കൊടുത്തിട്ടുണ്ടോ?
ആ ടിക്കറ്റ് വെച്ചതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിലല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് അടയ്ക്കേണ്ട GST അടച്ചിട്ടുണ്ടോ, ആരുടെ പേരിലാണ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇനി അവിടെ വരാനുണ്ട്, അന്വേഷിക്കാനുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് പോലീസ്, കൊച്ചിൻ സിറ്റി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രാരംഭമായിട്ട് 2 പേരെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ സ്റ്റേജ് കെട്ടിയ ആളെ ബെന്നി എന്ന് പറഞ്ഞ ഒരാളാണ് അകത്ത് സ്റ്റേജ് കെട്ടിയ. അപ്പം ബെന്നിയെ ഏതായാലും അറസ്റ്റ് ചെയ്ത് ജാമ്യം അവൈലബിൾ ആയതുകൊണ്ട് ജാമ്യം കൊടുത്തു. അതോടൊപ്പം തന്നെ ആ സ്റ്റേഡിയം ബുക്ക് ചെയ്ത ഇവന്റ് മാനേജ്മെന്റ് നടത്തിയ KK പ്രൊഡക്ഷന്റെ ഉടമ തൃക്കാക്കര തോപ്പിൽ TK കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഇവന്റ് മാനേജ്മെന്റ് പുള്ളിയാണ് നടത്തിയത്. അപ്പൊ അവരെ 2 പേരും ബെയിലിൽ പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇത് മൃദംഗ മിഷൻ എന്ന പറഞ്ഞ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ CEO, അത് ഷമീർ അബ്ദുൽ റഹ്മാൻ എന്ന് പറഞ്ഞ ആള് ഈ ഉമാദ് ഹൗസ് വീണ ഉടൻ തന്നെ, പോലീസ് കേസെടുത്ത ഉടൻ തന്നെ അദ്ദേഹം ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് പോയി. അതുപോലെ ഓസ്കർ ഈവന്റ് മാനേജ്മെന്റ് പ്രൊപ്പറേറ്റർ പൂത്തോൾ PS ജനീഷും മുൻകൂർ ജാമ്യത്തിന് പോയിരിക്കുന്നു. എന്തായാലും ഈ 2 പേര് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തൽക്കാലം പോലീസിന്റെ അറസ്റ്റ് പേടിക്കണ്ട. അതിന്റെ വിവരം അറിഞ്ഞ ശേഷമേ മിക്കവാറും അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഇതിനകത്ത് ആരാണ് ഇതിന്റെ ബെനിഫിറ്റ് അടിച്ചുകൊണ്ട് പോയത്? ഏകദേശം 6-7 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ അവിടെ നടന്നിരിക്കുന്നു. ഈ പണം എങ്ങോട്ട് പോയി, ഏത് സ്ഥാപനത്തിന്റെ പേര്, ഏത് ലിമിറ്റഡ് കമ്പനിയാണോ, ട്രസ്റ്റ് ആണോ, അതോ വ്യക്തികൾ അടിച്ചു മാറ്റിയതാണോ, അതൊക്കെ പോലീസ് ഇതിനകത്ത് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് വീഴ്ച പിടിച്ചവർ ആരൊക്കെയാണ്? GCDA ഈ 4 ഏജൻസികളുടെ കാര്യവും പോലീസ് പരിശോധിക്കണം. അതിന് വീഴ്ച പറ്റിയവർ തീർച്ചയായിട്ടും അറസ്റ്റിലേക്ക് പോയേ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, ആ ടെമ്പററി ഗാലറി ഉണ്ടാക്കിയ സ്ഥലത്ത് ഒരു മന്ത്രി ഇരുന്നു, അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, അവിടെ ഒരു ശ്രീജിത്ത് ADGP ഉണ്ടായിരുന്നു, MLA ഉമാ തോമസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു നേര കസേര ഇട്ടെടുത്ത് 2 നേര ഇട്ട് അതിന്റെ മുൻവശത്ത് നിന്നാണ് അവര് സജി ചെറിയാൻ്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പം അവിടെ റിബൺ കെട്ടിയിരിക്കുന്ന അത് കമ്പിയാണെന്ന് തിരിച്ച് അതേ കയറി പിടിച്ചു, അവിടുന്ന് താഴെ വീണു, മുഖമിടിച്ചു വീണു. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവങ്ങൾ. ഇതിനെ സംബന്ധിക്കുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. കാരണം ആരുടെ ഭാഗത്താണ് ഈ തെറ്റുണ്ടായത്, ആരാണ് ഇതിന് സാങ്ഷൻ കൊടുത്തത്, ആരാണ് സെക്യൂരിറ്റി കാര്യം നോക്കിയത്. ഒരു ഇത്രായിരം പേര് കൂടുന്നത് ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ സ്പോൺസേർഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ശരി, ഒരു വ്യക്തികൾ നടത്തുന്നതാണ് ശരി, ആള് കൂടുന്നിടത്ത് അവിടുത്തെ SHO അത് അറിഞ്ഞു കേട്ട് അവിടെ ചെന്ന് ആരാണ് നടത്തുന്നത്, എത്ര ആള് വരും, അവിടെ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് വീണ്ടത് അതിന് കമ്മീഷൻ ഉൾപ്പെടെയുള്ള അതിന് ഉത്തരവാദികളാണ്. അപ്പൊ ഇവിടെ ഈ സെക്യൂരിറ്റി പ്രശ്നം, ഈ സ്റ്റേജ് അഡീഷണൽ ആയിട്ട് കിട്ടിയത്, സ്റ്റേഡിയത്തിനകത്ത് കിട്ടിയിരിക്കുന്നത്, അവരോട് ചോദിച്ചപ്പം പോലീസ് ചോദിച്ചപ്പം പറഞ്ഞത് വിളക്ക് വെക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ അഡീഷണൽ ആയിട്ട് കിട്ടിയ അവിടെ 2 നിര കസേര ഇരുത്തിയിട്ടാണ് VIP ഇട്ടിയത്. അങ്ങനെ ഒരു VIP താഴെ പോയ സംഭവം ഉണ്ടായത്. നമുക്ക് കേരളത്തിലെ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായി. അതൊന്നും നമുക്കൊരു പാഠമല്ല. ഇതുപോലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഗാലറി ഇല്ലാത്ത സമയത്ത് അവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടന്ന് അവിടെ ടെമ്പററി ഗാലറി പണിതു. അവിടെ വെച്ച് ഗാലറി ഇടിഞ്ഞ് താഴെ പോയി 4 പേര്. അന്നൊക്കെ ഞാൻ തിരുവനന്തപുരം സിറ്റി പോലീസിൽ ഓഫീസറായിരുന്ന സന്ദർഭത്തിൽ ആ ഗാലറി ദുരന്തം ഉണ്ടായി, 4 പേര് മരിച്ചു, വളരെയധികം പേർക്ക് പരിക്കുണ്ടായി. അന്നത്തെ അതിൻ്റെ സെക്യൂരിറ്റി, ഇത് പോലീസ് സ്റ്റേഡിയം ആണ്, അവിടുത്തെ DGP അന്ന് ഉള്ളവരും അവരൊക്കെ പ്രതിസ്ഥാനത്ത് ആയിരുന്നു വർഷങ്ങളോളം. പക്ഷെ നടപടികളുണ്ടായി, അവർ റിട്ടയർ ചെയ്യുന്നിടം വരെ നടപടിയൊന്നും ഉണ്ടായില്ല. അവസാനം അത് ക്ലോസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പിന്നീട് കേസെടുത്തിട്ട് അത് വർഷങ്ങളുടെ അന്വേഷണം നടത്തി അത് ഒഴിവാക്കുന്ന പതിവാണ്. നമുക്ക് അടുത്ത കാലത്ത് നമുക്ക് 2021 കുസാറ്റിലെ എറണാകുളം കുസാറ്റ് കളമശ്ശേരിയിലെ എന്താ ഉണ്ടായത്? അവിടെ 500-600 പേർക്ക് ഇരിക്കുന്ന ഒരു ഹാളിലേക്ക് ഒരു വലിയ മ്യൂസിക് കൺസേർട്ട് നടത്തി. ആ പരിപാടി തുടങ്ങിയപ്പം വെളിയിൽ നിന്ന് 1000-ഓളം പേര് അതിനകത്ത് ഇടിച്ചു കയറി. 4 കുട്ടികളുടെ പുറത്തോട്ട് സ്റ്റാമ്പേഡ് പുറത്ത് ചവിട്ടിപ്പോയി, 4 പേര് മരിച്ചു, 61 പേർക്ക് പരിക്കുണ്ടായി. നമ്മൾ പാഠം ഉൾക്കൊണ്ടില്ല അതിൽ നിന്ന്. എവിടെ കേരളത്തിൽ എവിടെയായാലും ശരി, ഏതെങ്കിലും പബ്ലിക് ഫംഗ്ഷന് ഒരു 10-100 കൂടുതൽ ആൾക്കാർ കയറുന്നെങ്കിൽ സെക്യൂരിറ്റി പ്രശ്നമുണ്ട്. പോലീസ് അടിയന്തരമായിട്ട് അവിടെ ഇടപെട്ടേ പറ്റുള്ളൂ, അത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല.
അവിടുത്തെ കൺസേൺ SHO, വിവരം അവിടുത്തെ DYSP, SP അറിയിക്കണം. എല്ലാവരും ചേർന്ന് അത് പരിശോധിക്കണം. അതിനുശേഷം മാത്രമേ സാങ്ഷൻ കൊടുക്കാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അമാന്ത കാണിക്കരുത്. ഇപ്പോൾ ഉണ്ടായ സംഭവം അവിടുത്തെ ലോക്കൽ ഓഫീസേഴ്സ് അറിഞ്ഞില്ല എന്ന് പറയാൻ ഒക്കില്ല. കാരണം അവിടെ കമ്മീഷണർ അവിടെ വന്ന് സ്റ്റേജിലിരുന്നു. ഈ ടെമ്പററി സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് പണിയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ പണിതാൽ തന്നെ അതിന്റെ സെക്യൂരിറ്റി നോക്കണം. GCയുടെ അനുവദിക്കാൻ പാടില്ല. അവിടെ എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട് സെക്യൂരിറ്റി നോക്കാൻ. എവിടെയായിരുന്നു ഇവരെല്ലാം? PWDക്കാർ എവിടെയായിരുന്നു? അതുപോലെ പോലീസിന്റെ ആൾക്കാർ അവിടെ ഉണ്ട്. അതേസമയത്ത് ഫയർഫോഴ്സിന് ചില കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. ഇത്ര 1000 കൂടുന്നിടത്ത് ഫയർഫോഴ്സ് യഥേഷ്ടം അവിടെ കാഷ്വാലിറ്റി ഉണ്ടായി എത്രയും പെട്ടെന്ന് അവിടെ വന്നു ചേരാനുള്ള വഴിയുണ്ടാക്കി. അവിടെ കാർ പാർക്കിംഗ് ഇല്ലാതെ യഥേഷ്ടം ഫയർഫോഴ്സിന്റെ വാഹനം വന്നു കയറാനുള്ള സംവിധാനം എപ്പോഴും ഇത്ര ആൾ കൂടുന്നിടത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ധാരാളം ഫെയിലിയർ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവം കേരളത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. ഒരു പ്രതിവിധിയും ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യുന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശുഭവാർത്തകൾ വരുന്നുണ്ട്. കാരണം ഉമാദോസിന്റെ കണ്ണു തുറന്നു, അവരുടെ കാലും കൈയും ചലിപ്പിച്ചു എന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ റിക്കവർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും വളരെ കൂടുതലാണ്. എങ്കിലും വെന്റിലേറ്ററിൽ തന്നെയാണ് അവരിപ്പോഴും സ്ഥിതി ചെയ്യുന്നത്.